നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഈ ഒരു സിറ്റുവേഷനിൽ അവർ സൈലന്റ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അതായത് ഒരു ആക്ഷൻ എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടി നമുക്ക് നോക്കാം. മേ ബി നിങ്ങളിൽ പലരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വളരെ വേഗം മാറണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളായിട്ട് തന്നെ നിങ്ങളിൽ പലരും ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് ഈ വ്യക്തിയെ ഒരുപാട് തരത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ വ്യക്തി ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും നിങ്ങൾ അകന്നു പോകുന്നത് ആ വ്യക്തി കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ലൈഫിൽ തിരികെ കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി ഒരുപാട് തരത്തിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്നും പ്രാവർത്തികമാക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അത്രമാത്രം ഒരു സ്ട്രഗിൾ ആണ് ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് പഴയ രീതിയിൽ കൊണ്ടുവരണം എന്ന് വളരെ അധികം ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ആ വ്യക്തി വളരെ ശാന്തമായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളതാണ്. അത് നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ ഡീപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. തന്നെ ഈ വ്യക്തി ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഇതിൽ ഫീൽ ചെയ്യുന്നു. ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി വളരെയധികം ശ്രദ്ധയോടുകൂടി ആ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളോട് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിക്കുള്ള സ്ഥാനം എന്നും ഉണ്ടാവും എന്ന് ആ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത്രമാത്രം ഒരു സ്നേഹമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഒരു അൺകണ്ടീഷണൽ ലവ്. മേ ബി ഈ കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരുന്നുണ്ടാവാം. അത് ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ഒരു ഡിവൈൻ ടൈമിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങളായിട്ട് തന്നെ ഈ സിറ്റുവേഷനിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയാതെ ഒരു ഔട്ട്സൈഡർ പോലെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ്. വളരെയധികം ഒരു കുട്ടിക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ഒന്നും ഇനി എക്സ്പെക്റ്റ് ചെയ്യാനില്ല. ഈ വ്യക്തി എന്നെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ്. എനിക്ക് ഇതിൽ നിന്നും ഒരു കാര്യവും ഈ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല. ഈ വ്യക്തിയെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ചിന്തകളാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ഒത്തിരി പേര് ഈ സിറ്റുവേഷൻ നിങ്ങളായിട്ട് ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട്, മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ. യെസ്, ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ആ വ്യക്തി കടന്നു പോവാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. മേ ബി വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആ വ്യക്തി ഒരു 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 സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരിക്കുള്ള ആക്ഷൻ ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ എടുക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുമുള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ അത്രമാത്രം സ്ട്രെസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇൻ റിയാലിറ്റി ആ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളമാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. ഐ മിസ് യു വെരി ബാഡ്ലി. ഐ മിസ് യുവർ പ്രസൻസ്. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് തന്നെ ഒത്തിരി നാളായിട്ടുണ്ടാവാം.
അല്ലെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. മേ ബി എന്ത് തന്നെ ആയിരുന്നാലും ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്പ്രെഡിലൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചീറ്റിംഗ് എനർജി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഏതോ തരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ മേ ബി ആ വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം. ആ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ആ കാര്യം മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ കാര്യം ചിലപ്പോൾ ഇൻഡ്യൂഷണലി അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അത് നിങ്ങൾ ചോദ്യം ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ പലതവണ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവാം. ആ വ്യക്തി അപ്പോഴെല്ലാം നിങ്ങളെ അവഗണിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുമുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു തരത്തിലും താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു സെലിബ്രേറ്റീവ് മൊമെന്റ് ഈ ഒരു സമയത്തുണ്ട്. ഒരു സെലിബ്രേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ പലപ്പോഴായിട്ട് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ പൂർണ്ണമായും ഒഴിവാക്കി മൂവ് ഓൺ ചെയ്യണം എന്ന് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. നിങ്ങളെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഫോഴ്സ് ചെയ്ത് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിന്റെ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു നല്ല മൊമെന്റ്സിലേക്ക് നിങ്ങളെ വീണ്ടും വീണ്ടും തിരികെ കൊണ്ടുവരുന്നുണ്ട്. ആ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് നിങ്ങളെ ഒട്ടും വിട്ട് മാറുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പെയിൻ തരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വൂണ്ടഡ് ആണ് ഈ ഒരു സമയത്ത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയധികം പെയിൻഫുൾ സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഈ വ്യക്തി തിരികെ വന്നിരുന്നു എങ്കിൽ എല്ലാം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം പോയിട്ട് ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. വളരെ വിഷമം തോന്നുന്ന ഒരു സാഹചര്യമായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ പേരും എന്തെങ്കിലും സ്റ്റഡീസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതിൽ പോലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിലുള്ള ഒരു സാഹചര്യത്തിലോടും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. മറ്റ് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ച ഒരു ഫീൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പിരിച്വലി അവേക്കൻഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ സ്പിരിച്വലി കണക്ട് ആവാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ.